നമസ്കാരം സുഹൃത്തുക്കളെ. നാട്ടിൽ പ്രളയമാണ്, വെള്ളപ്പൊക്കമാണ്, എല്ലാവരും അതിൻ്റെ കെടുതിയിലാണ്. ഒരു ഭാഗത്തുനിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു, ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, ഗവൺമെൻറ് ആവുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷയമാവുന്നതല്ല, സമൂഹത്തിൻ്റെ പല മേഖലയിൽ നിന്നും, പ്രതിപക്ഷം എന്ന് മാത്രം പറയാൻ പറ്റില്ല, പല മേഖലയിൽ നിന്നും മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതും, മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ പിതാവിനെ കാണാൻ പോയതും, അതുപോലെ തന്നെ മുഖ്യമന്ത്രി കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിന് പോയതും, പാണക്കാട്ടെ ഒരു വീട്ടിൽ അദ്ദേഹം സൽക്കാരം ഭക്ഷണത്തിന് പോയതുമൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ നിന്നുള്ള എല്ലാ ചർച്ചയും ഇപ്പോൾ പോകുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ അധാർമികമായ അദ്ദേഹത്തിന് സൽക്കാരത്തിൽ പങ്കെടുക്കാം, തെറ്റില്ല, അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാം, തെറ്റില്ല, അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം, തെറ്റില്ല. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, നാട്ടിൽ വെള്ളപ്പൊക്കമാണ്, ഒരുപാട് കെടുതികൾ, ഒരുപാട് ആൾക്കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ന്യൂസ് റിപ്പോർട്ടിങ്ങും ആൾക്കാരുടെ പ്രതികരണവും റിയാക്ഷനുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പ്രളയത്തിന്റെ മെയിൻ ദിവസം ഉണ്ടായ ദിവസം നോക്കാം. എന്താണ് പ്രാഥമിക റിപ്പോർട്ട്, അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ളത് നമുക്ക് ഈ വാർത്ത ഒന്ന് നോക്കാം. ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി ഫസ്റ്റ് തന്നെ മുഖ്യമന്ത്രി റിയാക്ട് ചെയ്തത് നമുക്ക് നോക്കാം. കാരണം മുഖ്യമന്ത്രി റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും പല ഭാഗത്തുനിന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ റിയാക്ഷനും കൂടി വെച്ച് കഴിഞ്ഞാൽ വാർത്ത സമ്പൂർണ്ണമാണ്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, ചില കാര്യങ്ങൾക്ക് അദ്ദേഹം എനിക്ക് മറുപടി പറയാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിൻ്റെ മുമ്പ് മംഗലാപുരത്തൊരു പ്രൈവറ്റ് ഫ്ലൈറ്റിൽ പോകുന്നതിന് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും വരുന്നത്. ഇതിന് വാർത്ത നോക്കാം. ദിവസങ്ങളായി തുടരുന്ന വിവാദം, ആ സമയങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് നമുക്ക് നോക്കി വരാം. ഫാക്ട് ചെക്ക്. 31/7/2026, അതായത് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് യാത്ര ചെയ്ത ദിവസം മുഖ്യമന്ത്രിയുടെ പേരിൽ ഔദ്യോഗികമായി ഷെഡ്യൂൾ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ ഒരു പരിപാടിയും, സ്വകാര്യമോ അതല്ല ഔദ്യോഗികവുമായ ഒരു പരിപാടിയും ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തി. ആദ്യം കൊച്ചിയിലേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ കാലാവസ്ഥ മോശമായതിൽ
വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഒരു 1, 2, 3 മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നു, മുഖ്യമന്ത്രി എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നു, മുഖ്യമന്ത്രി പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകുന്നു, മുഖ്യമന്ത്രി പിന്നെ കൊച്ചിയിലെ പോകുന്നു, മുഖ്യമന്ത്രി ഭാര്യയുടെ പിതാവ് ഹോസ്പിറ്റലിലപ്പോൾ പോകുന്നു. അപ്പോൾ ഇതൊരു കുറ്റം 1, 2, 3, 4, 5, 6 അക്കമിട്ട് പറയാൻ നമുക്ക് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാം. പക്ഷേ ഇതിലുള്ള ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം, കെടുതി, മരണം, ആൾക്കാർ മിസ്സിങ്, ഒരുപാട് കാര്യങ്ങൾ. മുഖ്യമന്ത്രി അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, കളക്ടർമാരെ വിളിക്കുന്നുണ്ട്, പിന്നെ RDO ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അവിടെയുള്ള മന്ത്രിമാരായിട്ട് കോർഡിനേറ്റ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ മുഖ്യമന്ത്രിയെ ഇത് മാനസികമായി പ്രതികരിക്കുന്നില്ല. മനസ്സിലായോ? മുഖ്യമന്ത്രി മാനസികമായി ഉല്ലസിക്കുകയാണെന്ന് പറയാം ഒരു തരത്തിൽ. കാരണം ഒരു ഉദ്ഘാടനം ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ സന്തോഷത്തിലാണ്, ആ ബിസിനസ് നന്നാവട്ടെ എന്നുള്ള സന്തോഷത്തിലും, അതുപോലെ തന്നെ ബിസിനസ് ഒരു പോസിറ്റീവ് വൈബുമായിട്ടാണ് പോകുന്നത്, തെറ്റില്ല. പക്ഷേ അതേസമയം ഒരു സ്ഥലത്ത് ഒരു നാടിന് തന്നെ മറ്റൊരു വശത്ത് മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്തോഷവും ദുഃഖവും നടക്കുമ്പോൾ അല്ലെങ്കിൽ മരണം നടക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുശോചനം അർപ്പിക്കുക, ആ സ്ഥലങ്ങൾ സന്ദർശിക്കുക. ഇതൊന്നും അറിയാൻ വേണ്ടി മുഖ്യമന്ത്രി ആകണമെന്നൊന്നുമില്ല. ഇത് നോർമലായിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു നോർമലായിട്ടുള്ള ഇതൊന്നും എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഫോർമലായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കാനോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പെടുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്. അപ്പോൾ അതായിരിക്കും നേരത്തെ സതീശൻ സാർ പറഞ്ഞ ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്നത് കേട്ടു, നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കാന്ന്. അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. പിണറായി വിജയൻ കടക്ക് പുറത്ത് നിന്ന് ഓപ്പണായിട്ട് പറയും, ഇയാൾ ചിരിച്ചുകൊണ്ട് എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യുന്ന, നീ വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രസംഗിക്ക്. അതിനല്ലേ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറങ്ങി പോടാ നാറി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയല്ല അത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഈ ഒരു പത്ര സമ്മേളനം നടക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അതിൻ്റെ ഒരു 30 കിലോമീറ്റർ അപ്പുറം മുണ്ടൂർ ആൾക്കാർ ഇങ്ങനെ മരിച്ച റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നിങ്ങനെ കുറച്ച് രോഷം കൊണ്ട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി സാർ പറയാണ്, എന്നിട്ട് ഈ ഒരു കാര്യം ചെയ്ത് നീ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് പ്രസംഗിക്ക്, ഞാൻ ഇവിടെ ആടെ വന്നിട്ട് കേൾക്കാം. അതന്നെയല്ലേ ഇറങ്ങിപ്പോടെ എന്ന് പറയുന്നതിൻ്റെ വേറൊരു രീതിയാണത്, കിടക്ക് പുറത്തിൻ്റെ വേറൊരു ശൈലിയാണത്. അപ്പോൾ എന്തിനായാലും റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്നിക്കൽ ഫുഡ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഉദ്ഘാടനത്തിലാണ്, അല്ലെങ്കിൽ ഭാര്യ പിതാവിനെ കാണാൻ ഹെലികോപ്റ്ററിലാണ്, അദ്ദേഹം യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് അത് വേറൊരു വിഷയത്തിലുണ്ട്, നോക്കാം. ഈ മുഖ്യമന്ത്രിയെ പറ്റി വേറൊരു പ്രതികരണം കൂടി, ഒരു റിയാക്ഷൻ വീഡിയോ കൂടി നമുക്ക് നോക്കാം. നാട് മൊത്തം മഴയും വെള്ളം. ചികിത്സയിലുള്ള ഭാര്യ പിതാവിനെ കാണാൻ മുഖ്യമന്ത്രി പോയത് സർക്കാർ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിൽ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ ഹെലികോപ്റ്റർ എടുത്തതിന് അതിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് VD സതീശൻ. ആയതിനു ശേഷം ഇനി പേഴ്സണൽ കാര്യത്തിന് ഹെലികോപ്റ്റർ എടുത്ത് കറങ്ങിയതാണോ ഇങ്ങനെയൊന്നും അറിയില്ല. ബിക്കോസ് CMന്റെ ഓഫീസിൽ നിന്നോ CMന്റെ ഭാഗത്തു നിന്നോ ഒഫീഷ്യലി ഒരു ക്ലാരിഫിക്കേഷൻ ഈ വിഷയത്തിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 5:45 ഇതുവരെ വന്നിട്ടില്ല. ഈ വരുമെന്നുള്ളത് അറിയില്ല. എന്ത് ക്ലാരിഫിക്കേഷൻ വന്നാലും സ്വന്തം ആവശ്യത്തിന് ഹെലികോപ്റ്റർ എടുത്തിട്ട് ഒരു കറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോക്കി മിക്കവാറും ഹെലികോപ്റ്റർ കൊടുത്തു. ഇനി അടുത്ത വിഷയം, ഈ സൽക്കാരത്തിന് പോയി പൊന്നാനി എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ അതിൻ്റെ വിഷ്വൽസും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. CM ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയില്ല. ഇതിപ്പോൾ പിണറായി വിജയൻ ദുരന്തം വന്ന സമയത്ത് പട്ടിണി നടന്നിട്ടൊന്നുമല്ലല്ലോ നാടിനെ കാത്തു എന്ന് പറഞ്ഞു ഇവിടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ സദ്യ
ഉദ്ഘാടനത്തിന് പോകാന്ന് പറയുമ്പോൾ അത് മാറ്റിവെക്കാം. അത് മാറ്റിവെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറഞ്ഞാലും ഈ കടക്കാർക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ നാട് മൊത്തം പ്രളയത്തിൽ ദുരിതത്തിൽ മുങ്ങി നിൽക്കും. അവിടെ പോയിട്ട് അങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്ത് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം CM ഇല്ലാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും CM-ന്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഏറെയും നാട് മൊത്തം മഴയും വെള്ളം. ഇദ്ദേഹം പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ അറിയോ, അതായത് ഭക്ഷണം കഴിച്ചത് വിശന്നിട്ടാന്ന് പറയാം. 3 മണിയായി, വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭക്ഷണം കഴിച്ചു. പക്ഷെ അവിടെയും വിഷയമുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് വിഷയമല്ല, സൽക്കാരത്തിൽ പങ്കെടുത്തില്ല. ഒരു അപകടമുണ്ടായിട്ട് അവിടെ ആൾക്കാർ മരിച്ച റിപ്പോർട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും മുക്കിയടി എല്ലാവരും കഴിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും. പക്ഷെ ഒരു വലിയ സൽക്കാരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള പോസ്റ്റ് ഇരുന്നുകൊണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക ഉല്ലാസത്തിൽ ഏർപ്പെടാൻ പാടില്ല. തൻ്റെ പ്രജകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആ അനുശോചനത്തിൽ പങ്കെടുക്കുക എന്നുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് മുഖ്യമന്ത്രി ആയിക്കന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെ പുട്ടും ബീഫും അടിച്ചിട്ട് ആ സമയത്ത് നടക്കാൻ ഒരു മുഖ്യമന്ത്രി ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞത്, ഇനി ഭക്ഷണം കഴിച്ചു പോയി, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ കയറിപ്പോയി, ഹെലികോപ്റ്റർ എന്തായാലും പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഭാര്യ പിതാവ് സീരിയസ് ആയതുകൊണ്ട് പോയി. പക്ഷേ ഈ ഉദ്ഘാടനം എന്നെല്ലാം പറഞ്ഞാൽ അത് മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്യുന്ന പരിപാടിയല്ലേ. അത് സെലിബ്രിറ്റീസ് അവർ പോലും ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിങ്ങനെ പറയുന്നത്, ചേട്ടാ പരിപാടിയിൽ ഞാനില്ല, നാട്ടുകാർ എടുത്തിട്ട് അടക്കും, ഞാൻ പരിപാടിക്കില്ല, ധാർമ്മികമായി ഞാനില്ല എന്ന് പറഞ്ഞു പോകും. അപ്പം മുഖ്യമന്ത്രിക്ക് മാറ്റി വെക്കാവുന്ന ഒരു കാര്യമാണ് അത് ഉദ്ഘാടനം. ആ ഉദ്ഘാടനം ചെയ്യുന്ന കടക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, വിഷയമുണ്ടായി, അപ്പോൾ ഞാനിതിലില്ല എന്ന് പറഞ്ഞിട്ട് പോകാലോ. വിശപ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ചു പോയി, ഓക്കെ, സൽക്കാരത്തിൽ പങ്കെടുത്തു പോയി, ശരി, ഹെലികോപ്റ്റർ എടുത്തു പോയി, ശരി. പക്ഷെ ഉദ്ഘാടനമൊക്കെ പ്രഹസനമാണ്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് അത് എന്ന് നമ്മൾ എന്ത് തന്നെയാലും പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു സുഹൃത്തിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കുറച്ച് രൂക്ഷമായി പോയോ എന്ന് ചോദിച്ചാൽ ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. ഈ ദൃശ്യങ്ങൾ നിങ്ങളിൽ 99.9% പേരും കാണാൻ യാതൊരു സാധ്യതയില്ലാത്ത വിഷയം ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 1-ാം തീയതി വൈകുന്നേരമാണ്. സ്ഥലം കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ ഒരു കാപ്പിക്കട ഉദ്ഘാടനം. പൊന്നാനിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് 74 കിലോമീറ്റർ, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ കാപ്പിക്കടയിൽ നിന്ന് ആകെ 54 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് മഴക്കെടുതിയിൽപ്പെട്ട് അനേകം പേർ മരിച്ചത്. അവിടത്തേക്ക് പോകുവാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല. റവന്യൂ മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇപ്പൊ പ്രിയോറിറ്റീസ് വ്യക്തമാണ്. ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ നേരെ തട്ടിക്കയറുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ വന്നിട്ട് പ്രസംഗിക്കുക എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ നിർത്തുകയാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ല, അഥവാ ഇനി ഉത്തരം പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കള്ളം ഞാൻ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഇമാതിരി ചോദ്യങ്ങളായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിലേക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പ്രിയോറിറ്റിയാണ്. ഈ പ്രിയോറിറ്റി എന്ന് പറയുന്നത് നാട്ടിലെ ദുരിതത്തിൽ മുങ്ങിയ സാധാരണ ജനങ്ങളോടല്ല, വളരെ മുൻകൂട്ടി ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഉദ്ഘാടന മഹാമഹങ്ങളോടാണ്. മനസ്സിലാകാത്തവർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സമയമാണ് ഇത്. കറക്റ്റ്. ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്, നിങ്ങൾ ആ ഉദ്ഘാടനം ചെയ്ത ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് 10-50 കിലോമീറ്റർ അകലെ മാത്രമേ ദൂരമുള്ളൂ ഈ പറഞ്ഞ അപകടമുണ്ടായ ആൾക്കാർ മരണപ്പെട്ട സ്ഥലം. അവിടം വരെ ഒന്ന് പോയി അനുശോചനം രേഖപ്പെടുത്താതെ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അന്നൊരു കാര്യം ചെയ്യും, നീടെ വന്നിട്ട് പ്രസംഗിക്കുക. അത് ഇത് തന്നെയല്ലേ. ഒരാൾ ചക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ മാങ്ങ എന്ന് പറയുന്നതിൽ നല്ല എന്താണ്, കടക്ക് പുറത്ത് നീ പുറത്തിറങ്ങി പോടെ, നിന്റെ ചോദ്യവും നീയും വേണ്ട എന്ന് പറയുന്നതിൻ്റെ വേറൊരു മാന്യമായ രീതിയിലുള്ള മറുപടിയാണ് എന്ത്, നീടെ വന്നിട്ടിരിക്കും, ഇനി മുഖ്യമന്ത്രിയായി ഞാനവിടെ പോയി നിൽക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അതൊരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമായിട്ടുള്ള രീതിയല്ല. അദ്ദേഹം കുറച്ചും കൂടി ശ്രദ്ധ പാലിക്കേണ്ടതായിരുന്നു. ഒരാൾ ഇപ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ, ഇപ്പോൾ ആൾക്കാർ എന്തൊക്കെ വിമർശനം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഭാഗത്തൊരു തെറ്റുണ്ടായി, പല രീതിയിൽ വിമർശനം ഉണ്ടാവും, ആൾക്കാർ പല രീതിയിൽ വിമർശിക്കും.
ചീത്ത വിളിക്കുന്നത് തെറ്റാന്ന് പറയാം, പക്ഷേ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കൂലേ? അയാൾ ചോദിച്ച് കറക്റ്റ് അല്ലേ? നിങ്ങൾ ആടെ നാട മുറിക്കുന്ന സമയം നാട മുറിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി നോക്കൂടെ? മരിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചൂടെ? ഒരു നാടിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവാണെങ്കിലും പോയിട്ടുണ്ടാവും, കാരണം മൈലേജ് കിട്ടാനും ജനങ്ങളെ കയ്യിലെടുക്കാനും. ഇപ്പം മുഖ്യമന്ത്രിയായി ഭയങ്കര തിരക്കാ, ഇൻവെസ്റ്ററിന് ആൾക്കാർ വരുന്നുണ്ട്. അവിടെ കൊച്ചിയിലേക്ക് വിമാനത്തിൽ പറന്നു പോകണം. ആൾക്കാർ 10 ആൾ മരിച്ചെടുത്ത് പോയിട്ട് അനുശോചനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിലപാടുകളിലെ മലക്കം മറിച്ചൽ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയക്കാരനും ഭൂഷണമാവില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രി ആയത്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ആൾ വരുന്നത് കേട്ടോ, അതായത് മെറിറ്റിൽ കയറി വന്നവനും റെക്കമെൻഡേഷനിൽ കയറി വന്നവരിടത്തും ഒരേപോലെയുള്ള പ്രവർത്തനം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ശരിക്കും ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്, വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം തന്നെ വളരെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടാണ്. ഇത് കാണാൻ രസമാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണം. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തതോ, കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തതോ, ഭക്ഷണം കഴിച്ചതോ, ഹെലികോപ്റ്ററിൽ പോയി അമ്മായിച്ചനെ കണ്ടതോ, ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമല്ല. ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. 12ഓളം ആളുകൾ ഇപ്പൊ തന്നെ മരിച്ചു. ഇനി ഒരുപാട് പേരെ കണ്ടുകിട്ടാനുണ്ട്. ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിലാണ്. ഇപ്പോഴും വെള്ളം ഇറങ്ങാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം മുൻപിൽ നിന്ന് ഏകോപിപ്പിക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ ഈ സമയങ്ങളിൽ എവിടെയായിരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഔചിത്യക്കുറവ്. ഇതിനകത്ത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയാണ്. എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. ഇനി അടുത്തത്, മുഖ്യമന്ത്രി ചോറുണ്ടത് ഒരു പിന്നെ ഇവര് പറഞ്ഞ വളരെ കറക്റ്റായിട്ടൊരു പോയിന്റ്, അതായത് 3 മണിയായപ്പോൾ ചോറ് ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി. അങ്ങനെ ഓവർ അഭിനയിക്കേണ്ട ആവശ്യമൊന്നും മുഖ്യമന്ത്രിക്കില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചത് നിങ്ങളുടെ ക്യാബിനിൽ ഇരുന്നിട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് 2 ചപ്പാത്തി വരെ കുറച്ച് ചോറും കഴിച്ചതിനെ പറ്റിയൊന്നും ആരും ഇവിടെ വിമർശിച്ചില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഇതുകൊണ്ടാണ് ആൾക്കാർ ഇദ്ദേഹം കുറച്ച് കൂടുതൽ നുണ പറയുന്നുണ്ടോ എന്നൊരു സംശയം ഉന്നയിക്കുന്നത്. കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ഇവിടെ ആരും വിമർശിച്ചിട്ടില്ല. നിങ്ങൾ കെങ്കേമമായ ഒരു സൽക്കാരത്തിൽ പങ്കെടുത്തു. ആ സൽക്കാരം നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ ആ സൽക്കാരം നടത്തിയ ആൾക്ക് ഔചിത്യബോധം വേണ്ടേ? ഇത്രയും ആൾക്കാർ ഒരു ഭാഗത്തുനിന്ന് മരിക്കുന്നു, വെള്ളപ്പൊക്കമുണ്ട്, ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ട ഉത്തരവാദിത്തമാണ് അതിലൊരു ഖേദം രേഖപ്പെടുത്തുക, അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളത്. ആ സമയത്ത് പിന്നെ ചിക്കൻ ഫ്രൈയും മട്ടൻ ഫ്രൈയും കൂട്ടം കൂടി തിന്നുകയല്ല ചെയ്യേണ്ടത്. തിന്നുന്നതിന് ഒരു ഒരു അടക്കമുണ്ട്. അതാണ് ഔചിത്യബോധം എന്ന് പറഞ്ഞത്. അയാളുടെ വീടിൻ്റെ ഉള്ളിൽ മുഖ്യമന്ത്രി മാത്രം ഇരുന്ന് ടേബിളിൽ 5 ആളിരുന്ന് കഴിക്കുന്നതിന് ആരും വിമർശിക്കില്ല ഒരിക്കലും. ഇയാളുടെ മുഖ്യമന്ത്രിയുടെ വർത്താനം കേട്ടാൽ തോന്നും ആരോ അയാൾ വീട്ടിലിരുന്നിട്ട് കുറച്ച് ചോറും കറിയും കഴിക്കുന്നതിന് ചീത്ത വിളിച്ചിരുന്നത്. അല്ല, ആൾക്കാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സൽക്കാരം, ഇങ്ങനെ ഒരു പരിപാടി, അതും ഇങ്ങനെ മറുഭാഗത്ത് നിന്ന് ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ, ഒരു അപകടം ഉണ്ടായപ്പോൾ അത് ഔചിത്യക്കുറവ് തന്നെയാണ്. എന്ത് തന്നെ പറഞ്ഞാലും അതിന് നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ആളെ ഇറക്കിയിട്ട് പിന്നെ ന്യായീകരിച്ചിട്ട് പോലും കാര്യമില്ല. ഇനി നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറിന്റെ കറക്റ്റ് റിപ്ലൈയും കൂടി കേട്ടാൽ വൃത്തിയാകും. അദ്ദേഹം വളരെ വളരെ വൈകാരികമായി സംഭവങ്ങൾ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഒത്തില്ല. കേട്ടോ നോക്കാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് വിവരം അറിയാൻ. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെ ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ശരി, നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. എന്ത് സംസാരമാണ് മുഖ്യമന്ത്രി സാറേ ഇത്? അവരോട് മുഖ്യമന്ത്രിയാണോ ചോദിക്കേണ്ടത് ഞാൻ അങ്ങോട്ട് വരണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ വിവരമില്ലേ? ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങൾ, ആ നാട്ടിൽ വലിയൊരു കെടുതി ഉണ്ടായി, ആൾക്കാർ മരണപ്പെട്ടു, ഒരുപാട് വീടുകൾ തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കലക്ടറുടെ ബുദ്ധിക്കാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എന്താണ് നിങ്ങൾ കലക്ടറോട് ചോദിച്ചിട്ട് കലക്ടർ സാറേ ഞാൻ ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ ഇതാണോ? നിങ്ങൾ അവിടെ പോകേണ്ടത് നിങ്ങളുടെ പിന്നെ വിവരം കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ
അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിനനുസരിച്ചാണോ മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്? വെരി ബാഡ്, വെരി ബാഡ്. ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. അല്ലല്ല, എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പുവാ. നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന്? എന്നിട്ട് ഭക്ഷണം കഴിച്ചു, തെറ്റ് പറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കണം. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. എന്താ അവിടെ മറുപടി ഇല്ലെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി സാറേ? മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ക്യാബിന്റെ ഉള്ളിൽ നിന്നോ നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നിട്ട് ഭക്ഷണം കഴിച്ചെന്നല്ല ആരും ചോദ്യം ചെയ്തത്. ഇനി അതല്ല, നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് 4 ആൾ 5 ആൾ ഭക്ഷണം കഴിച്ചതിനല്ല, വലിയൊരു സൽക്കാരം, 10-100 ആൾ പങ്കെടുക്കുന്ന വലിയൊരു സൽക്കാരം ഈ ഒരു അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രിക്ക് അറിയില്ല ഇത് ഇങ്ങനെ വിഷയം നടക്കുന്നത്? ഔചിത്യക്കുറവ് തന്നെയാണത്. അതിന് ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു ഉത്തരം പറയേണ്ട ആവശ്യമില്ല. വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണെന്നാണ് 90% ബുദ്ധിയുള്ള ആൾക്കാരും പറയും. പിന്നെ ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് എന്തും ന്യായീകരിക്കാം. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഓ, അപ്പൊ അങ്ങനെ രണ്ട് നിങ്ങള് വ്യാപകമായി പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയയിലെ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയത്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവര് രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19-ാം തീയതി വരെ ഈ ഹെലികോപ്റ്റർ ഇതെല്ലാത്തിനും എന്ത് ചോദിച്ചാലും കഴിഞ്ഞ ഗവൺമെന്റ് പിണറായി വിജയന്റെ സർക്കാർ, കഴിഞ്ഞ ഗവൺമെന്റ് തങ്ങളോട് താങ്കൾ ജയിച്ചൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ മറുപടി പറയാം. അങ്ങനെയാണ് ആൾക്കാർ സാധാരണഗതിയിൽ ചെയ്യുക. നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ അതിന്റെ മറുപടി പറയാം. അല്ലാതെ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തിരുന്നു, അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പിണറായി വിജയൻ 1000 കോടി എടുത്തിരുന്നു, ഞാൻ 500 കോടിയിൽ ചുരുക്കിയിരിക്കുകയാണ്. ഇതെന്താണ് മിസ്റ്റർ? വളരെ ആരോഗ്യജനകമായി തോന്നുന്നൊരു ആൻസറിങ് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾ പറഞ്ഞ മറുപടി ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു പീസിലാണ് അദ്ദേഹം, തമിഴ്നാട്ടിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് പെട്ടെന്ന് ഡൽഹിയിൽ പോകണം. അതുകൊണ്ട് അവരെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് പോയത്, ഹെലികോപ്റ്റർ എടുത്തിട്ട് പോയത്. മനസ്സിലാക്കണം, അദ്ദേഹം കേരളത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി. ഇദ്ദേഹത്തിന് പ്രൈവറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ, ഹെലികോപ്റ്ററുകളുടെ ഒരു പ്രിയമുണ്ട്. അതും ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള മീറ്റിങ്ങുകൾക്ക് ഇദ്ദേഹത്തിന് കുറച്ച് താല്പര്യം കൂടുതൽ കാണുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകൾ, പ്രൈവറ്റ് ഗ്രൂപ്പുകൾ, ഹെലികോപ്റ്റർ, പ്രൈവറ്റ് ജെറ്റ്, ചാർട്ടേഡ് ഫ്ലൈറ്റ്, ഇതിലൊക്കെ തൽപര കക്ഷിയാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഇപ്പോൾ നാട്ടിപ്പാട്ടായിട്ടുണ്ട്. എന്തുതന്നെയാണ് നമ്മൾ ഭാവിയിൽ കാണുന്നത്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ
ചരിത്രമൊന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയാം. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്ത് ഇത് ഏറ്റവും വലിയ കോമഡി ഇതാണ്. പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ ഹെലികോപ്റ്റർ എടുത്തിന്, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായി അപ്പൻ ഹോസ്പിറ്റലിലുള്ളതുകൊണ്ട് ഞാൻ കാണാൻ പോകുന്നു. എന്ത് ന്യായമാണ് ഇദ്ദേഹം പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരായിട്ടൊരാളെന്നല്ല. പക്ഷേ ചില കാര്യങ്ങൾ അത് പറയുന്ന രീതി കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലത്തെ കേസാണ്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഒരു രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചത്. എന്താ ക്യാൻസൽ ചെയ്യണോ? ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് ടീമുകളും ഈ പറഞ്ഞ PK ബഷീർ ആയാലും ഷാജി ആയാലും ബാക്കിയുള്ള മന്ത്രിമാരായാലും ഇവരൊക്കെ പറയുന്ന കേട്ടൊരു കോമഡിയാണിത്. കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചാണ്, നമുക്കറിയില്ല, നമ്മളത് തുടരുകയാണ്. ഹെലികോപ്റ്റർ അങ്ങനെ നിങ്ങൾക്കൊരു ബാധ്യതയാണ്. ഹെലികോപ്റ്റർ അത്രയും വലിയ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് ക്യാൻസൽ ചെയ്യുന്നില്ല? കരാർ ക്യാൻസൽ ചെയ്യണമേ. ഒരു മാസം 80 ലക്ഷം രൂപ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്ക്. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനോ പാവപ്പെട്ടവർക്ക് വീട് വെക്കാനോ നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളിപ്പോൾ വന്നിട്ട് 3 മാസമായല്ലോ, 4 മാസമായല്ലോ. 8 × 4 എത്രയായി? 3.5 കോടിയായി. ഒരു മാസം 80 ലക്ഷം വെച്ചിട്ട് 4 മാസത്തിലേക്ക് 3.20 3 കോടി 20 ലക്ഷമായി. എത്ര ആൾക്കാരുടെ പട്ടിണി മാറ്റാം? നിങ്ങൾ പറയും നിങ്ങൾ ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നില്ല, ആകെ വന്നിട്ട് 2 മണിക്കൂർ ഓടിയെന്ന്. എന്ത് കോപ്പിനാണ് പിന്നെ ഹെലികോപ്റ്റർ വെച്ചിരിക്കുന്നത്? കൊടുത്ത് വെള്ളത്തിൽ ചാട്. ഈ കരാർ റദ്ദാക്കണം. ഹെലികോപ്റ്റർ കൊണ്ടുവന്നവരെ പോയിക്കോളാൻ പറയാ. ഹെലികോപ്റ്റർ വേണ്ട, വാടകയും വേണ്ട, ഹെലികോപ്റ്ററും വേണ്ട, ക്യാൻസൽ ചെയ്യണം നിങ്ങൾ. എന്നിട്ട് ആ പണം നിങ്ങൾ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പാവപ്പെട്ട ആൾക്കാരുടെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്നതല്ലാതെ പിണറായി വിജയനെ കുറ്റം പറയുന്നു. പിണറായി വിജയൻ സമ്മേളനത്തിന് പോകുമ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്നും മറ്റേ ആൾക്കാർ ഇതിനു വേണ്ടി ഉപയോഗിച്ചു, ഞങ്ങൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ല എന്നും അതിന് 80 ലക്ഷം കൊടുക്കുന്നുണ്ടെന്നും പറയുന്നത് നിങ്ങൾ തന്നെ പറയുന്നു. എല്ലാം മറ്റവർ ചെയ്തെല്ലാം നോൺസെൻസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾ അത് പിന്തുടരുകയാണ്. നിങ്ങളത് മാറ്റണം. നിങ്ങളുടെ നയം എവിടെ? നിങ്ങളിങ്ങനെ അടച്ച് കുറ്റം പറയുന്ന നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരൂ. ഹെലികോപ്റ്റർ ക്യാൻസൽ ആക്കൂ. ആ ഫണ്ട് വിനിയോഗിക്കൂ, മറ്റുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കൂ. ഇത് ഡയലോഗ് അടി മാത്രം ഒരു ഭാഗത്തുനിന്ന് നടക്കുന്നു, ചെയ്യുന്നത് മൊത്തം നോൺസെൻസും. എന്റെ ചോദ്യം ചോദിച്ചാൽ പോലെ നെഞ്ഞിക്കിട വന്നിട്ട് പ്രസംഗിക്ക്, ഞാൻ കുറച്ചിടാൻ വന്നിരിക്കാം. എന്തിനായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.